ജീസ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭാഗവതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇന്ന് ഭക്തി വിനോദ് ടാക്കൂറിൻ്റെ ഡിസപ്പിയറൻസ് ഡേ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് പറയാം. അദ്ദേഹം പറയുന്നത്, ടേക്ക് ഷെൽട്ടർ ഓഫ് ഹരിനാമ ആൻഡ് റിമെയിൻ ഇൻ യുവർ ഓൺ പ്രൊഫഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രഭുവാദരുടെ ഒരു ലെറ്ററിലുള്ളതാണ്. അതുപോലെ അദ്ദേഹം നമ്മുടെ പ്രീച്ചിങ്ങിന് വേണ്ടി പറഞ്ഞിട്ടുള്ള 3 മേജർ പ്രീച്ചിങ് അച്ചീവ്മെൻറ്റ്സും കൂടി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് കിടക്കാം. അദ്ദേഹം 100 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഓതറൈസ്ഡ് സ്പിരിച്വൽ ബുക്സ് 100 എണ്ണം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ബർത്ത് പ്ലേസ് അദ്ദേഹമാണ് ഡിസ്കവർ ചെയ്തത്. അതുപോലെ അദ്ദേഹം പ്രീച്ചിങ് ഇന്നോവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അദ്ദേഹമാണ്. നമുക്ക് എല്ലാം നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ആചാര്യന്മാരുടെയും കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് നമുക്കൊരു ചെറിയ കീർത്തൻ ചൊല്ലാം. ജയ രാധ മാധവ കുഞ്ചബിഹാരി, ജയ രാധ മാധവ കുഞ്ചബിഹാരി, ജയ ഗോപീജനവല്ലഭ ഗിരിവരധാരി, ജയ ഗോപീജനവല്ലഭ ഗിരിവരധാരി, യശോദനന്ദന വൃജജനരഞ്ജന യമുനതീരാവനചാരി, യശോദനന്ദന വൃജജനരഞ്ജന യമുനതീരാവനചാരി, ജയ രാധ മാധവ കുഞ്ചബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേ. നഷ്ടപ്രായേഷു പുത്രീഷു നിത്യം ഭാഗവത സേവയ ഭഗവതീരുത്തമ ശ്ലോകൈ ഭക്തിർഭവതി നൈഷ്ടകി. മൂക്കരോതി വാചാലം പങ്കും ലങ്കൈദേഹിരം എനിക്ക് പാത്തമഹമല്ലി ശ്രീ ഗുരുദീന കാരണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം. നമ്മുടെ ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 9-ാം ചാപ്റ്ററിലെ 42-ാം ശ്ലോകമാണ്. 1:9:42. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തമ്മിമമഹമജം ശരീരഭാജ ഹൃദി തിഷ്ഠിതമാത്മകൽപ്പിതാനാ, പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. തമമിമമഹമജം ശരീരഭാജ ഹൃദി തിഷ്ഠിതമാത്മകൽപ്പിതാനാ, പ്രതിദൃശ്യമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. തമമിമമഹം അജം ശരീരഭാജ ഹൃദി തിഷ്ഠിതമാത്മകൽപ്പിതാനാ, പ്രതിദൃശ്യമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. തം പരമദിവ്യോത്തമ പുരുഷൻ, ഇമം ഇപ്പോൾ എൻ്റെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്നു. അഹം ഞാൻ, അജ ജന്മരഹിതൻ, ശരീരപാജ ബദ്ധാത്മാക്കളുടെ ഹൃദയത്തിൽ തിഷ്ഠിതം സ്ഥിതി ചെയ്യുന്നു. ആത്മ പരമാത്മാവ്
കൽപ്പിതാന വിചക്ഷകരുടെ പ്രതിദൃശ്യം സർവദിക്കുകളിലും ഇവ പോലെ ന ഏകത ഏകമല്ലാത്ത അർക്കം സൂര്യൻ ഏകം ഏകമാത്രമായ സമാധിഗത ആസ്മി ഞാൻ ധ്യാനത്തിൽ സമാധിസ്ഥനായി വിദുഗുത നിന്നും സ്വതന്ത്രനാക്കുന്നു ഭേദമോഹ ദൈത്യമെന്ന മിഥ്യാധാരണ വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഗ്രേസ് AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഇപ്പോൾ എൻ്റെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന ഏക അവലംബവും ഏക ആശ്രയവുമായ ആ ഏക ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ആരാധിക്കാൻ കഴിയുന്നു. തന്നിമിത്തം എനിക്കിപ്പോൾ ഏവരുടെയും ഹൃദയത്തിൽ, മാനസിക വിചക്ഷകന്മാരുടെ പോലും ഹൃദയത്തിൽ അചിന്ത്യ ഭൈഭവനായി കുടികൊള്ളുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച ദ്വൈതമെന്ന മിഥ്യാസങ്കല്പത്തെ ഞാൻ അലങ്കരിച്ചിരിക്കുന്നു. അദ്ദേഹം ഏവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. സൂര്യനെ വ്യത്യസ്തമായി ദർശിക്കുന്നുവെങ്കിൽ തന്നെയും സൂര്യൻ ഏകമാകുന്നു. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഏക പരമദിവ്യോത്തമ പുരുഷൻ. എന്നാൽ ഭഗവാൻ തന്റെ അചിന്ത്യമായ ശക്തിയാൽ ബഹുവിധ പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളായി വിസ്തരിക്കുന്നു. ദൈത്യം എന്ന സങ്കല്പം ഭഗവാന്റെ അചിന്ത്യമായ ശക്തിയുടെ അജ്ഞത നിമിത്തമാകുന്നു. മൂഢന്മാർ മാത്രമേ ഭഗവാനെ സാധാരണ വ്യക്തിയായി കാണുകയുള്ളൂവെന്ന് ഭഗവത്ഗീത 9:11 ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു. അത്തരം മൂഢ വ്യക്തികൾക്ക് ഭഗവാന്റെ അചിന്ത്യമായ ശക്തികളെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ സൂര്യൻ സന്നിഹിതനായിരിക്കുന്നത് പോലെ ഭഗവാൻ അദ്ദേഹത്തിന്റെ പാവനാതീതമായ ശക്തിയാൽ ഏവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവാന്റെ പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളുടെ വിസ്തരണമാണ് ഭഗവാന്റെ പരമാത്മഭാവം. അദ്ദേഹത്തിന്റെ അചിന്ത്യ ശക്തിയാൽ ഏവരുടെയും ഹൃദയത്തിൽ അദ്ദേഹം സ്വയം പരമാത്മാവായി വിസ്തരണം ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പ്രദീപ്തമായ സ്വശരീര വർണ്ണശോഭയുടെ വിസ്തരണത്താൽ ബ്രഹ്മജ്യോതിയുടെ ഉജ്ജ്വല കാന്തിപൂരമായും അദ്ദേഹം വിസ്തരണം ചെയ്തിരിക്കുന്നു. ഭഗവാന്റെ സ്വശരീര ശോഭയാണ് ബ്രഹ്മജ്യോതി എന്ന് ബ്രഹ്മസംഹിതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ ഭഗവാനും ഭഗവാന്റെ ശരീരശോഭയും ബ്രഹ്മജ്യോതിയും പരമാത്മാവ് എന്ന ഭഗവാനും പൂർണ്ണാംശങ്ങളും തമ്മിൽ യാതൊരു അന്തരവുമില്ല. ഈ നിജസ്ഥിതിയെ ഗ്രഹിക്കാത്ത അല്പജ്ഞാനികൾ ബ്രഹ്മജ്യോതിയെയും പരമാത്മാവിനെയും ശ്രീകൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തമായി കരുതുന്നു. ദ്വൈതത്തെ സംബന്ധിച്ച ഈ മിഥ്യാസങ്കല്പം ഭീഷ്മദേവന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് എല്ലാറ്റിനും സർവസ്വമായി ഉള്ളതെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഈ പ്രബുദ്ധത ശ്രേഷ്ഠരായ ഭക്തർക്ക് പ്രാപ്തമാകുന്നു. സകലതിലും സർവസ്വവും സമ്പൂർണമായതും വാസുദേവനാകുന്നു. മാത്രവുമല്ല, വാസുദേവനെ കൂടാതെ യാതൊന്നിനും നിലനിൽപ്പില്ലെന്നും ഭഗവത്ഗീത 7:19 പ്രസ്താവിച്ചിരിക്കുന്നു. വാസുദേവൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ യഥാർത്ഥ പരമപുരുഷനാകുന്നുവെന്ന് ഇപ്പോൾ മഹാജനങ്ങളാൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകയാൽ അഭിനവ ഭക്തരും ശുദ്ധഭക്തരും അദ്ദേഹത്തിന്റെ കാലടികളെ നിശ്ചയമായി പിന്തുടരണം. ഭക്തിയുത സേവന മാർഗമാണത്. പാർത്ഥസാരഥി രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു ഭീഷ്മദേവന്റെ ആരാധ്യ വിഷയം. അതേസമയം വൃന്ദാവനത്തിലെ വശ്യമനോഹരമായ അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്യാമസുന്ദര രൂപമാകുന്നു ഗോപികമാരുടെ ആരാധ്യ രൂപം. പലപ്പോഴും ആത്മജ്ഞാനികളായ വിദ്വാൻമാർക്ക് പിശകു പറ്റുകയും വൃന്ദാവനത്തിലെ കൃഷ്ണനെയും കുരുക്ഷേത്ര ഭൂമിയിലെ കൃഷ്ണനെയും വ്യത്യസ്ത വ്യക്തിത്വ വിശേഷങ്ങളായി കരുതുകയും ചെയ്യുന്നു. എന്നാൽ ഭീഷ്മദേവനെ സംബന്ധിച്ചിടത്തോളം ഈ പിശക് പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ടു. നിർവ്യക്തികവാദികൾ പോലും പ്രാപ്യസ്ഥാനം നിർവ്യക്തിക ജ്യോതിപ്രകാരമുള്ള ശ്രീകൃഷ്ണനാകുന്നു. യോഗികളുടെ പ്രാപ്യസ്ഥാനമായ പരമാത്മാവും കൃഷ്ണനാകുന്നു. ബ്രഹ്മജ്യോതിയും കേന്ദ്രീകൃത പരമാത്മാവും കൃഷ്ണനാകുന്നു. എന്നാൽ ബ്രഹ്മജ്യോതിയിൽ അല്ലെങ്കിൽ പരമാത്മാവിൽ കൃഷ്ണനുമായുള്ള മധുര ബന്ധങ്ങളില്ല. ഭഗവാന്റെ വ്യക്തിഗത ഭാവമായ കൃഷ്ണൻ പാർത്ഥസാരഥിയും വൃന്ദാവനത്തിലെ ശ്യാമസുന്ദരനുമാകുന്നു. അതേസമയം നിർവ്യക്തിക ഭാവത്തിൽ അദ്ദേഹം ബ്രഹ്മജ്യോതിയിലോ പരമാത്മാവിലോ കാണപ്പെടുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ എല്ലാവിധ ഭാവങ്ങളും ഭീഷ്മദേവനെ പോലെയുള്ള ശ്രേഷ്ഠരായ മഹാത്മാക്കൾ മനസ്സിലാക്കുന്നു. ആകയാൽ എല്ലാ ഭാവങ്ങളുടെയും പ്രഭവ കേന്ദ്രമായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമാഖ്യം ദദാതി സോപാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥ നിത്യം തം സജീവം സാദൈതം സവദൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ
ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപതി ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതി തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതീ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപ്പതരൂപിച്ച് കൃപാ സിന്ധുപ്രിയേ വജ പതിതാനാം പാപനീഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ നമോ വദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണനാമി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണി വിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇവിടെ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. നമ്മളെ ഈ 9ാം ചാപ്റ്ററിലെ 32ാം ശ്ലോകം മുതൽ ഭീഷ്മസ്തുതിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ ശരീരമാസകലം അമ്പുകളേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മദേവനെ കാണാനായി ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവരും എത്തിച്ചേരുകയാണ്. അവിടെ ഒരുപാട് മഹാരഥന്മാരും മഹായോഗികളും ഒരുപാട് മഹാരാജാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഭീഷ്മ പിതാമഹൻ യഥോചിതം സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നു. പാണ്ഡുപുത്രരോടുള്ള അതീവമായ സ്നേഹാധിക്യത്താൽ അദ്ദേഹം കണ്ണീരണിഞ്ഞിട്ട് അവരെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ അദ്ദേഹം യഥോചിതം വണങ്ങുകയും അദ്ദേഹത്തിനെ നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അദ്ദേഹം ഭീഷ്മദേവന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ ഭഗവാനെ കണ്ട മാത്രയിൽ അതിൽ വ്യത്യാസം വരുന്നു. വേദനാജനകമായ ഇതിൽ നിന്ന് അദ്ദേഹം യുധിഷ്ഠിര മഹാരാജന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടും ഒരുപാട് രാജനീതിയെ പറ്റിയും എല്ലാം സംസാരിക്കുകയും അത് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ശരിക്കും പിതാമഹൻ എന്ന് പറഞ്ഞാല് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിപരമായും ആത്മീയമായും അറിവ് നൽകുന്ന ഒരാളാണ്. ശരിക്കും ഓഷൻ ഓഫ് നോളജ്. ശരിക്കും അദ്ദേഹത്തിന്റെ അറിവിന്റെ സമുദ്രത്തിലെ അതിൽ നിന്ന് കുറച്ച് യുധിഷ്ഠിര മഹാരാജ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം 56 ദിവസം നീണ്ടു നിന്നെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പരിശുദ്ധ ഭക്തന്റെ ഭക്തിയെ ഭഗവാൻ എങ്ങനെയാണ് ശരിക്കും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതൊരു ലെക്ചറിൽ കേട്ട കാര്യമാണ്. ശരിക്കും ഒരിക്കലെ യുധിഷ്ഠിര മഹാരാജാവ് അവര് അവിടെ വരുന്നതിന് മുമ്പ് യുധിഷ്ഠിര മഹാരാജാവ് ഒരിക്കലെ ഭഗവാൻ താമസിച്ചിരുന്ന ഭഗവാന്റെ പാലസിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴേ ശരിക്കും ഭഗവാനെ ഒരു യോഗിക് പോസ്റ്ററിൽ കണ്ണുകൾ പൂട്ടി നിവർന്ന് അതീവ ഗാഢമായ മെഡിറ്റേഷനിലായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയും തോന്നുന്ന പ്രകാശമൊക്കെ വരുന്നുണ്ടായിരുന്നു. ശരിക്കും യുധിഷ്ഠിര മഹാരാജാവ് ഇത് കണ്ടിട്ട് അതിശയിക്കുകയാണ്. എല്ലാ ലോകങ്ങളുടെയും സകല പ്രപഞ്ചത്തിന്റെയും അധിപനായ ഭഗവാൻ ഇങ്ങനെ 4th സ്റ്റേജ് ഓഫ് കോൺഷ്യസ്നസ് ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അതിശയം തോന്നി. നമുക്ക് ഈ 4th സ്റ്റേജ് ഓഫ് കോൺഷ്യസ്നസ് എന്താണെന്നൊന്നും മനസ്സിലാക്കാം. അത് മണ്ഡൂക്യ ഉപനിഷത്തിലുള്ള ഒരു ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് ശരിക്കും 4 ലെവൽസ് ഓഫ് കോൺഷ്യസ് ഉണ്ടെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാധാരണ ജീവിതം, അതായത് ശരിക്കും ഈ കോൺഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ മാത്രമല്ല, അയാളുടെ ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് അവയർനെസ്സിനെയും എക്സ്പീരിയൻസിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴുള്ള നമ്മുടെ കോൺഷ്യസിനെ ജഗാർത്ത് എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും നമ്മുടെ സോൾ കോൺഷ്യസിനെ അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും അതിൽ കോൺഷ്യസിലാണെങ്കിൽ സട്ടിൽ ബോഡി നമുക്കറിയാം. നമ്മുടെ സോളിനെ കവർ ചെയ്ത് സട്ടിൽ ബോഡിയും ഗ്രോസ് ബോഡിയും ഉണ്ടെന്നറിയാം. കോൺഷ്യസ് സട്ടിൽ ബോഡിയെ കടന്ന് ഗ്രോസ് ബോഡിയും കടന്ന് പുറത്തേക്കുള്ള ലോകത്തിലോട്ട് എത്തുകയാണ്. ഈ കോൺഷ്യസിൽ നമുക്ക് ചുറ്റുപാടുമുള്ള ലോകത്തെ എല്ലാം അറിയാൻ സാധിക്കും. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലോ സ്വപ്ന എന്ന് പറയുന്നു. ഇതിൽ കോൺഷ്യസ് സട്ടിൽ ബോഡിയിലൂടെ കടക്കുന്നു, പക്ഷേ ഗ്രോസ് ബോഡിയിൽ എത്തുന്നില്ല, പുറം ലോകം കാണുന്നുമില്ല. അതാണ് സ്വപ്ന. ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ നമ്മൾ കോൺഷ്യസ് ആണ്, പക്ഷേ പുറത്തുള്ളവയെ പറ്റിയൊന്നും നമുക്ക് ബോധമില്ല. നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്നോ സീലിങ്ങിൻ്റെ കളറോ ആ മുറിയുടെ സ്മെല്ലോ ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല.
ഇതിനെ ശരിക്കും അൺകോൺഷ്യസ് എന്ന് പറയാനും പറ്റില്ല. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോൺഷ്യസ് എന്നേ അതിനെ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തത് നമ്മുടെ സോളിൻ്റെ കോൺഷ്യസ് സോളിൽ തന്നെയേ ഉള്ളൂ. അത് സട്ടിൽ ബോഡിയിലേക്കും ഗ്രോസ് ബോഡിയിലേക്കും എത്തുന്നില്ല. അതിനെ സുഷുപ്തി എന്ന് പറയും. അതാണ് ഡീപ്പ് സ്ലീപ്പ്, ഡ്രീംലെസ് സ്ലീപ്പ് എന്ന് പറയുന്നു. ശരിക്ക് നമ്മുടെ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ കോൺഷ്യസിനെ നമ്മൾ സട്ടിൽ ബോഡിയിൽ നിന്ന് സട്ടിൽ ബോഡിയിലോട്ട് ഗ്രോസ് ബോഡിയിലോട്ടോ റീഡയറക്റ്റ് ചെയ്താൽ അത് ആദ്യം പോകുന്നത് മാറ്ററിലോട്ടായിരിക്കും. ആ കോൺഷ്യസിനെ നമ്മൾ റീഡയറക്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റീഡയറക്റ്റ് ചെയ്താൽ അത് ആത്മീയതയിലേക്ക് സ്പിരിച്വൽ റിയാലിറ്റിയിലോട്ട് പോകും. ആ സ്റ്റേറ്റിനെ തുര്യ അല്ലെങ്കിൽ സമാധി എന്നാണ് പറയുന്നത്. മറ്റ് 3 സ്റ്റേജുകൾക്കും അപ്പുറം ഇതൊരു പ്യുവർ കോൺഷ്യസ് ആണ്. മനസ്സിനും സെൻസസിനും അപ്പുറം ശരിക്കും അങ്ങനെ നമുക്ക് സ്പിരിച്വൽ റിയലൈസേഷൻ ആകൃഷ്ടരായി തൻ്റെ കോൺഷ്യസിനെ സ്പിരിച്വൽ പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു. ഈ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ 4th സ്റ്റേജ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലായി ഭഗവാൻ വേറെ ഏതോ ഒരു ലോകത്തിലാണെന്ന്. അദ്ദേഹത്തിൻ്റെ അതിശയം പതുക്കെ പതുക്കെ ബഹുമാനമായിട്ട് മാറുകയാണ്. ഭഗവാൻ എന്താണ് മെഡിറ്റേറ്റ് ചെയ്തതെന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ പതുക്കെ കണ്ണു തുറക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു ഭയങ്കര പ്രകാശവും ഒരു മന്ദസ്മിതവും ഒരു മധുരിമയൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് ദർശിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, ഉടനെ ഭഗവാൻ 21 പ്രാവശ്യം ലോകത്തെ എല്ലാ ക്ഷത്രിയരെയും തോൽപ്പിച്ച കാർത്തവീര്യാർജുനെ വധിച്ച ആ യുദ്ധവീരൻ ശരിക്കും ഒരു രാജാവല്ല, ഒരു സന്യാസിയാണ്. അദ്ദേഹം അറിവിൻ്റെ ഭണ്ഡാരമാണ്. ആ പരശുരാമൻ എല്ലാ യുദ്ധമുറകളും അഭ്യസിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ മഹാനായ അദ്ദേഹമാണ് കുരുക്ഷേത്ര ഭൂമിയിലെ ശരശയ്യയിൽ കിടക്കുന്ന ഗംഗാപുത്രനായ ഭീഷ്മർ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ശരിക്കും ഫൈനൽ ഡേയ്സ് ആണ്. ഇനി അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഒരു അവസരവും ഉണ്ടാകില്ലെന്ന് യുധിഷ്ഠിര മഹാരാജാവിനെ ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശരിക്ക് ഭീഷ്മദേവൻ എന്നെ ഭഗവാൻ പറയുകയാണ്, ഭീഷ്മദേവൻ എന്നെ മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയവും മനസ്സും എല്ലാം എന്നിൽ പൂർണ്ണമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതെന്നെ വല്ലാതെ ആകർഷിക്കുന്നു. എന്നിൽ പൂർണ്ണമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ ഭീഷ്മദേവനെയാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതാണ് ശരിക്കും ഭഗവാനും ഡിവോട്ടീസും തമ്മിലുള്ള ആ ബോണ്ടിങ്. അതായത് ഡിവോട്ടീസ് ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഭഗവാനെ ഡിവോട്ടിയെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്നത്തെ ശ്ലോകം നമ്മുടെ ഭീഷ്മസ്തുതിയിലെ അവസാനത്തെ ശ്ലോകമാണ്. സൂര്യദേവൻ നോർത്തേൺ ഡയറക്ഷനിലോട്ട് സഞ്ചാരം ആരംഭിക്കുമ്പോൾ ഭീഷ്മദേവൻ തൻ്റെ എല്ലാ സെൻസസിനെയും ബാഹ്യമായ എല്ലാ ഭൗതികതയിൽ നിന്ന് പിൻവലിച്ച് തൻ്റെ സമീപം നിൽക്കുന്ന എല്ലാ ഒപ്പുലൻസോടും കൂടിയ ഭഗവാന്റെ രൂപത്തിൽ മനസ്സും ഹൃദയവും അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തുടങ്ങുകയാണ്. നമ്മുടെ മനസ്സിൽ തൃഷ്ണയുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണനെ മനസ്സിൽ അർപ്പിക്കാൻ കഴിയുകയില്ല. നമുക്ക് മനസ്സിൻ്റെ നിയന്ത്രണം ആവശ്യമാണെങ്കിൽ നമുക്ക് ഭഗവാനോ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയോ സഹായം ആവശ്യമാണ്. ഡിവോട്ടീസും കൃഷ്ണനും തമ്മിൽ ഒരു പെർഫെക്റ്റ് ലിങ്ക് വേണം. അതെ ബുധഭാവ സമന്വിത എന്ന് നമ്മളെ ഭഗവത്ഗീതയിലെ 10:8 പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പൂർണ്ണമായ ഭഗവത് ചിന്തയോടുകൂടി കൃഷ്ണപ്രേമത്തിൽ മുഴുകിയിരിക്കുന്നതിനെയാണ് ബുധഭാവ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് ശ്രീരംഗത്തുള്ള ഒരു ബ്രാഹ്മണനെ ഒരു ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഭഗവത്ഗീതയിലോട്ട് നോക്കി കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തിനാണ് താൻ ഭഗവത്ഗീത വായിച്ചിട്ട് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാണ് അദ്ദേഹം. എന്താണ് ഭഗവത്ഗീതയിൽ നോക്കി ഇത്രയും ശ്രദ്ധാപൂർവ്വം എല്ലാ ദിവസവും വായിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, താൻ ഭഗവാനെ ഇത്രയും ഉന്നതങ്ങളിലുള്ള ഭഗവാനെ തൻ്റെ ഒരു ഡിവോട്ടിക്ക് വേണ്ടി തേര് വലിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ ബ്രാഹ്മണൻ പറയുന്നത്. ശരിക്കും അത് എമോഷണൽ ഡിവോഷണൽ ടീയേഴ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ വികാരത്തോടു കൂടി ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ഒരു വികാരത്തോടു കൂടിയുള്ള കണ്ണുനീർ തന്നെയാണ്. ഇവിടെ ഭീഷ്മദേവർ ഭഗവാനെ പല സിറ്റുവേഷനിലും യുദ്ധഭൂമിയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഭഗവാനെയും അല്ലാതെ ഓരോ സ്റ്റേജിലും ഭഗവാനെ പറ്റി അദ്ദേഹം ഓർക്കുകയാണ്. എന്നിട്ട് ശരിക്കും ഏറ്റവും ടോപ്പ് മോസ്റ്റായ ഗോപീസുമായിട്ടുള്ള ആ സ്പോണ്ടേനിയസ് ലവിനെ പറ്റി ഇവിടെ ഭീഷ്മദേവൻ ഓർക്കുന്നു. ഭഗവാൻ എല്ലാ തരത്തിലും ട്രാൻസഡൻറ്റിലും ഡിവൈനും ആണ്.
ഭഗവാൻ എക്സ്പാൻഡ് ചെയ്ത് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നതിനെ പറ്റിയും ഭീഷ്മദേവർ ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഈ അവസാന വാക്കുകൾ ഭീഷ്മദേവൻ ഭഗവാൻ ഒന്നാണെന്നും അദ്ദേഹത്തിന്റെ എക്സ്പാൻഷനാണ് പരമാത്മാവായി എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നതെന്നും പറയുന്നു. ശരീരബാധ എന്നാൽ എംബോഡീഡ് സോൾ എന്നാണ്. ഹൃദി എന്നാൽ ആ എംബോഡീഡ് സോളിന്റെ എല്ലാ ഹൃദയത്തിൽ എന്നാണ്. ശരിക്ക് ഇതൊരു കണ്ടീഷൻ സോളിനോ അല്ലെങ്കിൽ മെന്റൽ സ്പെക്കുലേറ്റേഴ്സിനോ മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്ന് ഇതിന്റെ പർപ്പോട്ടിലെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അതീവ കാരുണ്യവാനായ ഭഗവാനെ ജീവജാലങ്ങൾ ഏത് സ്റ്റേജിലായാലും ഏത് സ്പീഷീസ് ആയാലും അവരുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുകയും ഓരോ ജീവജാലങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിവൈവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാനാണ് ഏകമായ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അദ്ദേഹം തൻ്റെ ഇൻകൺസീവബിൾ എനർജി ഉപയോഗിച്ച് ശരിക്കും അൺലിമിറ്റഡ് ഫോംസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. നമ്മൾ ചിന്തിക്കും കൃഷ്ണൻ വേറെ, രാമൻ വേറെ, നരസിംഹം വേറെ എന്നൊക്കെ. പക്ഷേ ഈ കൺസെപ്റ്റ് എല്ലാം തെറ്റാണ്. ഇതെല്ലാം ആ ഒരു സുപ്രീം റിയാലിറ്റി, സുപ്രീം ലോഡ് തന്നെയാണ്. നമുക്ക് പലതായി, ആ ലോഡിനെയാണ് നമ്മൾ പലതായിട്ട് വീക്ഷിക്കുന്നത്. ശരിക്കും ഇവരുടെ എല്ലാം ഓരോരുത്തരുടെയും നോക്കിയാൽ ആക്ടിവിറ്റീസ് എല്ലാം വേറെയാണ്, അവരുടെ ഫോം ഡിഫറൻ്റ് ആണ്. അവർക്ക് ഓരോരുത്തർക്കും ഡിവോട്ടീസ് ഉണ്ട്, അവരുടേതായ പ്ലാനറ്റ് സ്പിരിച്വൽ സ്കൈയിലുണ്ട്. അവർ ഓരോരുത്തരും അവരുടേതായ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ആളുകൾ പൊതുവെ കരുതുന്ന എന്താണ്, സുപ്രീം ലോഡെന്ന് അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാനും കഴിയുന്നില്ല. ഭഗവാൻ ഒന്നാണെങ്കിലും ഒരേ സമയത്ത് തന്നെ പല ഫോമിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നു. എല്ലാ ഫോംസും ട്രാൻസെൻഡൻ്റലും അതുപോലെ തന്നെ പവർഫുള്ളുമാണ്. പക്ഷെ ഈ ഫോമിൻ്റെ എല്ലാ സോൾ കൃഷ്ണൻ മാത്രമാണ്. നമുക്കറിയാം ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി എന്നാണ്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞേക്കുന്നത് ഏതേജംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. ശരിക്കും ശ്രീമദ് ഭാഗവതത്തിലും അത് പറഞ്ഞിരിക്കുന്നു. എല്ലാ ഇൻകാർണേഷനും ഭഗവാന്റെ പ്ലീനറി പോർഷൻസ് ഓഫ് പ്ലീനറി പോർഷനോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ തന്നെയാണ് സ്വയം ഭഗവാൻ. ഈ ശ്ലോകത്തിൻ്റെ പർപ്പോട്ടിൽ പറയുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് 9:11 അവജാനാദി മാമൂട മനുഷ്യൻ തനുമാശ്രമം. കാരണം അജ്ഞരായ ആൾക്കാർക്ക് ഭഗവാന്റെ അചിന്ത്യ ശക്തിയെപ്പറ്റി, ആ ഇൻകൺസീവബിൾ ആയിട്ടുള്ള എനർജിയെ പറ്റിയൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭഗവാന് തൻ്റെ ആ എനർജി ഉപയോഗിച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലെ 15:15 പറഞ്ഞിട്ടുണ്ട്, സർവൈസ് ജാഗം ഹൃദിസന്നിവിഷ്ടോ എന്ന്. അതുപോലെ തന്നെ 18:61 അതിനെപ്പറ്റി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്യേഷു അർജുന തിഷ്ഠതി എന്ന്. ശരിക്കും അതുപോലെ 13:23 ഭഗവാൻ ഈ പരമാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അനുമന്ത, അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന 2 വാക്കുകളാണ്, അനുമന്ത എന്നും അതുപോലെ ഉപദ്രുത എന്നും. ഉപദ്രുത എന്ന് വെച്ചാൽ വിറ്റ്നസ് ആണ്. അനുമന്ത എന്ന് പറഞ്ഞാൽ സാങ്ഷനിങ് അതോറിറ്റി എന്നാണ്. ശരിക്കും ഈ ഉദാഹരണങ്ങളിലെല്ലാം കൂടി പറയുന്ന എന്താണ്, ഭഗവാന് ശരിക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം, ഉദാഹരണങ്ങളിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്നതിലെല്ലാം നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്നു ഭഗവാന് ഒന്നേ ഉള്ളൂ. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയാണ്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ വിസ്തീർണങ്ങളാണെന്നുള്ളത്. ആണ് 100 1000 കിലോമീറ്റർ അകലെയുള്ളവരും പറയും അവരുടെ തലയ്ക്ക് മുകളിൽ ഭഗവാൻ ഉണ്ടെന്നുള്ള കാര്യം. എങ്ങനെയാണ് സൂര്യൻ ഒരേ സമയത്ത് തന്നെ എല്ലാ ആളുകളുടെയും മുകളിൽ, തലയ്ക്ക് മുകളിലുണ്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാര്യവും. ശ്രീകൃഷ്ണ ഭഗവാന് ഒന്നേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം പരമാത്മാവായി എല്ലാ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നു. ഭഗവാന് ബ്രഹ്മജ്യോതിയായും എക്സ്പാൻഡ് ചെയ്യുന്നു. ഭഗവാന്റെ പേഴ്സണൽ ഗ്ലോ ആണിത്.
ഭഗവാൻ ഒറിജിനൽ ഫോമിൽ നിന്ന് അൺലിമിറ്റഡ് ലൈറ്റ്സ് വരുന്നുണ്ട്, അതായത് സ്പിരിച്വൽ ലൈറ്റ്സ് വരുന്നുണ്ട്. അതാണ് ബ്രഹ്മജ്യോതിയായിട്ട് സ്പിരിച്വൽ സ്കൈയിൽ നമ്മൾ കാണുന്നത്. ആ ബ്രഹ്മജ്യോതി ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന എല്ലാ ഇലുമിനേഷൻ്റെയും ഉറവിടം, അതായത് സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, ഫയർ, ഇതെല്ലാം ബ്രഹ്മജ്യോതിയുടെ എക്സ്പാൻഷൻസ് ആണ്. ഇത് ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഭവതോ ജഗതന്തകൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൺഫേം ചെയ്തിരിക്കുകയാണ് ഭഗവാന്റെ എഫ്ലിജൻസ് ആണ് ബ്രഹ്മജ്യോതിയുടെ ഉറവിടമെന്ന്. അതുപോലെ ഭഗവത്ഗീത 14:27 പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണോഹി പ്രതിഷ്ഠാഹമെന്ന്. അതായത് ഭഗവാൻ പറയുന്നു, ഞാനാണ് ബ്രഹ്മജ്യോതിയുടെ ബേസിസ് എന്ന്. ശരിക്കും ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും വാക്കുകളിൽ നിന്ന് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പരമാത്മാവായി എല്ലാവരുടെയും ഹൃദയത്തിലുള്ളതെന്നും ഭഗവാന്റെ പേഴ്സണൽ ഗ്ലോ എക്സ്പാൻഡ് ചെയ്ത് ബ്രഹ്മജ്യോതിയായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭീഷ്മദേവൻ പറയുന്നത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സന്ദേഹങ്ങൾ, അതായത് ഡ്യുവാലിറ്റിയെ പറ്റിയുള്ള ആ കൺസെപ്റ്റ് എല്ലാം മനസ്സിൽ നിന്ന് നീങ്ങിയെന്നാണ്. ശരിക്കും അതുപോലെ എല്ലാ പ്യുവർ ഡിവോട്ടീസിനും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നുള്ള കാര്യം. ഈ ശരിക്ക് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ വാസുദേവ സർവമിതി സാത്മ സുദുർലഭ എന്നാണ്. ശരിക്ക് എല്ലാവർക്കും ഈ പരമസത്യം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭീഷ്മദേവനെ പോലെ 12 മഹാജനങ്ങളിൽ ഒരാളായ വ്യക്തി ഈ കോൺഫിഡൻഷ്യൽ ട്രൂത്ത്, അതായത് സുപ്രീം റിയാലിറ്റിയെ പറ്റി കൺഫേം ചെയ്തിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രഭുപാദർ പറയുന്നു, പ്യുവർ ഡിവോട്ടി ആയാലും നിയോഫൈറ്റ്സ് ആയാലും ഭീഷ്മദേവന്റെ കാലടികളെ പിന്തുടരണം. അതാണ് ശരിക്കുമുള്ള ഭക്തിയുടെ മാർഗമെന്ന്. ഭക്തിയിൽ എപ്പോഴും നമ്മൾ അതോറിറ്റീസിനെ ഫോളോ ചെയ്യണം. അതായത് സ്പിരിച്വൽ അതോറിറ്റീസിനെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. ശരിക്ക് ഭീഷ്മദേവൻ ആരാധിച്ചിരുന്ന കൃഷ്ണന്റെ രൂപം പാർത്ഥസാരഥിയാണ്. ഇത് നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേസമയം വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഹൃദയത്തിലെ ഭഗവാൻ വളരെ മനോഹരമായ ശ്യാമസുന്ദര രൂപത്തിലാണ്. പ്രഭുപാദർ ഇവിടെ പറയുകയാണ്, ബുദ്ധി കുറഞ്ഞ ആൾക്കാർ പറയും വൃന്ദാവനത്തിലെ കൃഷ്ണനും കുരുക്ഷേത്രത്തിലെ കൃഷ്ണനും രണ്ടും രണ്ട് തന്നെയാണെന്ന്. ഇത് പക്ഷെ ശരിയല്ല. കൃഷ്ണന്റെ എല്ലാ ഫോംസും കൃഷ്ണൻ തന്നെയാണ്. ഇംപേഴ്സണലിസ്റ്റ് കരുതുന്ന ബ്രഹ്മജ്യോതിയും യോഗികൾ ആരാധിക്കുന്ന പരമാത്മാവും കൃഷ്ണൻ തന്നെയാണ്. ഏത് ഫോമിലായാലും ഭഗവാന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞത് വ്യക്തിത്വ രൂപത്തിൽ ഉള്ളതാണ്. ഡിവോട്ടീസിന്റെ ഒബ്ജക്റ്റീവ് എപ്പോഴും ഈ പരമദിവ്യ പുരുഷോത്തമനായ കൃഷ്ണൻ തന്നെ ആയിരിക്കണം. ശരിക്കും ഭീഷ്മദേവനെ പോലെയുള്ള ഒരാൾ ഭഗവാൻ സ്വന്തം ഹൃദയത്തിലും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ റിയാലിറ്റിയിലും ഒക്കെ എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡ്യുവാലിറ്റി എന്നുള്ള ആ ഇല്യൂഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മുക്തനാകുന്നു. ശരിക്കും ഭഗവത്ഗീത 1:2-11 പറഞ്ഞിട്ടുണ്ട്, വദന്തി തത്വവിദാസ് തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മാദി പരമാത്മേതി ഭഗവാനിതി ശബ്ദക്കാണ് പരമദിവ്യ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരിക്കലെ ശരിക്കും ഒരു വെൽ നോൺ സ്കോളർ എന്ന ഒരു പണ്ഡിതനായ ഒരു ആള് ശ്രീല പ്രഭുപാദരോട് ചോദിച്ചു, ഈ ബുക്കുകളിലൂടെ ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പ്രഭുപാദർ ശരിക്കും അന്നേരം എന്താണ് ചെയ്തത്, ഡിവോട്ടിയുടെ ഇടയിൽ കളിച്ചുകൊണ്ട് നിന്നിരുന്ന 3 വയസ്സായ ഒരു കുട്ടിയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പ്രഭുപാദർ അടുത്ത് വെച്ചിരുന്ന സീറ്റ് ബോക്സിൽ നിന്ന് ഒരു സീറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഹൂ ഈസ് ഗോഡ്? ആ കുട്ടി സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറഞ്ഞു, ശരിക്ക് കൃഷ്ണനെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രഭുപാദർ ഒരിക്കൽ കൂടി ഒരു സീറ്റും കൂടി എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, ഹൂ ഈസ് കൃഷ്ണ? ഉടനടി ഉത്തരവും വന്നു, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അപ്പോൾ പ്രഭുപാദർ അദ്ദേഹത്തിനോട് പറഞ്ഞു, 3 വയസ്സായ ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകും ആരാണ് പരമദിവ്യ പുരുഷോത്തമനായ ഭഗവാൻ കൃഷ്ണനെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ ബുദ്ധിമുട്ടുള്ളതെന്ന് അയാളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പ്രഭുപാദരെ പോലുള്ള ഒരു മഹാജ്ഞാനി ഈ ശ്ലോകത്തിന്റെ പർപ്പോട്ടിൽ എഴുതുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ പരമദിവ്യ ആയ യഥാർത്ഥ പരമപുരുഷനാണ്. ഭീഷ്മദേവനെ പോലെയുള്ള മഹാജനങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ എല്ലാവരും അദ്ദേഹത്തിന്റെ കാലടികൾ തുടർന്ന് ഭക്തിയുത സേവനം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്ക് നമ്മുടെ മനസ്സിലിരുന്ന് പരമാത്മാവ് നമുക്ക് ശരിക്കും ഓരോ നിർദ്ദേശം ഡിക്റ്റേറ്റ് ചെയ്തു തരുന്നുണ്ട്.
പക്ഷെ നമ്മുടെ മനസ്സാണോ അതോ പരമാത്മാവാണോ നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് നമ്മളെ എങ്ങനെ മനസ്സിലാക്കാം? ശ്രീലപ്രഭുപാദർ പറയുന്നത് ഭഗവാൻ എല്ലാമാണ്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ പരമാത്മാവായും, അതായത് ചൈത്യഗുരുവായും, പുറമെ സ്പിരിച്വൽ മാസ്റ്ററായും എല്ലാ കണ്ടീഷൻ സോളിനെയും ഭഗവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്പിരിച്വൽ മാസ്റ്റർ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സ് ചൈത്യഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തമായിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ നിർദ്ദേശം പാലിക്കാം. അതാണ് ഉത്തമമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഗുരു സാധു ശാസ്ത്രമായിട്ട് കൺഫേം ചെയ്ത് തന്നെ മനസ്സിലാക്കണം. നമ്മൾ കണ്ടീഷൻ സ്റ്റേജിലായാലും സാധക സ്റ്റേജിലാണെങ്കിലും നമ്മൾക്ക് സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ഗൈഡൻസ് എടുക്കാം. നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററുടെ ഇൻസ്ട്രക്ഷന് സത്യസന്ധമായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആത്മീയ പാതയിലെ വിജയം കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഭീഷ്മദേവന് ശരീരം ത്യജിക്കാനായി തിരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് ഉത്തരായന പുണ്യകാലമാണ്. അത് സാധാരണ മകരസംക്രാന്തി ദിനത്തിലാണ് സംഭവിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് ഭീഷ്മദേവന് ഒരു ഇച്ഛാമൃത്യു എന്നുള്ള വരം കിട്ടിയെന്ന് അറിയാമായിരിക്കുമല്ലോ. ഇതൊരു വലിയ കഥയാണ്. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി ഞാനിവിടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഭീഷ്മദേവനെ നമ്മൾ എപ്പോഴും പറയും 8 വസുക്കളിൽ ഒരാളാണ് ഭീഷ്മദേവൻ. 8 വസുക്കളിൽ ഒരാളാണ് ഭീഷ്മൻ എന്ന് നമ്മൾ പറയാറുണ്ട്. തിരികെ ഇവരുടെ ഇത് വസുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഡെമിഗോഡ്സിന്റെ കാറ്റഗറിയാണ്. അതിൽ ശരിക്കും വസുക്കൾ 8 പേരുണ്ട്, രുദ്രാസ് 11 പേരുണ്ട്, 12 ആദിത്യാസ് ഉണ്ട്, പിന്നെ 2 അശ്വിനി കുമാരന്മാർ. ഇവരെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് 33 പ്രിൻസിപ്പൽ ശരിക്കും ഗോഡ്സ് വേദിക് പിന്നെ ട്രഡീഷനിലെ 33 പ്രധാനപ്പെട്ട ആൾക്കാർ, അതായത് മെയിൻ്റനൻസിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഉള്ള ആൾക്കാരാണ് 33 പേര്. അതിലെ ഒരു കൂട്ടരാണ് ഈ വസുക്കൾ. ഈ വസുക്കള് ഒരു ദിവസം അവരുടെ ഭാര്യമാരുമൊത്ത് ആകാശത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ അവർ പോകുന്ന വഴിക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു പശുവിനെ കാണുന്നു. അത് പിന്നെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ആശ്രമത്തിൽ ഒരു മനോഹരമായ പശു നിൽക്കുന്ന കണ്ടു. അതിൻ്റെ പേരാണ് നന്ദിനി. അത് സെലസ്റ്റിയൽ വേൾഡിലെ സുരഭി പശുവിൻ്റെ മകളാണ്. നമ്മുടെ ഈ ലോകത്തിലുള്ള ഒരേ ഒരു സെലസ്റ്റിയൽ പശുവാണ് ആ നന്ദിനി. അതിപ്പം വസിഷ്ഠ മഹർഷിയുടെ കസ്റ്റഡിയിലാണ്. ഈ വസുവിൻ്റെ ഭാര്യയ്ക്ക് അതിൽ വളരെ ആകൃഷ്ടയായിട്ട് അവർ അതിനെ വേണമെന്ന് വളരെ നിർബന്ധം പിടിക്കുന്നു. ഇവരെല്ലാം അതിനെ തടയാൻ ശ്രമിച്ചിട്ടും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ആ സമയത്ത് വസിഷ്ഠ മഹർഷി ആശ്രമത്തിൽ ഇല്ലായിരുന്നു. ഈ സ്ത്രീയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവരവസാനം ഇതിനെ മോഷ്ടിക്കുന്നു, ആ പശുവിനെ മോഷ്ടിക്കുന്നു. ശരിക്ക് വസിഷ്ഠ മഹർഷി തിരിച്ചെത്തിയപ്പോൾ ത്രികാലജ്ഞാനിയാണല്ലോ വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തിന് മനസ്സിലായി ആരാണ് തൻ്റെ പശുവിനെ മോഷ്ടിച്ചതെന്ന് മനസ്സിലായി. ശരിക്കും ഉടനെ തന്നെ അവരെ ഡെമിഗോഡ്സ് ആയിട്ടിരിക്കാൻ ഒട്ടും യോഗ്യരല്ലെന്ന് തോന്നിയ മുനി അവരെ ശപിക്കുന്നു. അവരെ മനുഷ്യരുടെ സ്വഭാവം കാണിച്ചതുകൊണ്ട് അവർ ഭൂമിയിൽ വന്ന് പിറക്കട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശാപത്തെപ്പറ്റി അറിഞ്ഞ വസുക്കളെല്ലാം പെട്ടെന്ന് തന്നെ വസിഷ്ഠ മുനിയുടെ സമീപമെത്തി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണിട്ട് മാപ്പിരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വസിഷ്ഠ മുനി പറഞ്ഞു, ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലസ്റ്റിയൽ പ്ലാനറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിങ്ങൾ ഭൂമിയിലെ ഗംഗാ മാതാവിൻ്റെ പുത്രന്മാരായിട്ട് പിറവിയെടുക്കുകയാണെങ്കിലെന്ന് പറയുന്നു. പക്ഷേ ശരിക്കും ആ പശുവിനെ മോഷ്ടിച്ച വസു ഒരുപാട് നാളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്നും പറയുന്നു. ആ ആള് ലോകത്തിലെ ഏറ്റവും എക്സാൾട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് ജീവിക്കുമെന്നും പറയുന്നു. അപ്പോഴേ ശരിക്കും ആ വസുവിന് ഈ ഒരു ശാപം ഒരു ബ്ലെസ്സിങ്ങും കൂടി ആയി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാം കൂടി ഗംഗാമാതാവിനെ സമീപിക്കുന്നു. ഇവരുടെ റിക്വസ്റ്റ് കേട്ടിട്ട് ഗംഗാമാതാവ് അവരുടെ മാതാവാകാൻ എഗ്രി ചെയ്യുന്നു. ഇതിനിടയ്ക്ക് സെലസ്റ്റിയൽ പ്ലാനറ്റിൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നു. അവിടെ ബ്രഹ്മദേവന്റെ അതായത് സത്യലോകത്തിൽ ഒരു വളരെ എക്സാൾട്ടഡ് ആയിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാഭീഷക എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് 1000 അശ്വമേധ യജ്ഞവും 100 രാജസൂയ യജ്ഞവും ഒക്കെ നടത്തിയിട്ടുള്ള വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് പിന്നെ ബ്രഹ്മദേവന്റെ പ്ലാനറ്റിൽ സത്യലോകത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവിടുത്തെ ഒരു അസംബ്ലിയിൽ ഒരു ദിവസം
വളരെ സുന്ദരിയായ ഗംഗാദേവി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗംഗാദേവി കടന്നു വരുമ്പോൾ വലിയൊരു കാറ്റടിക്കുമ്പോൾ അവരുടെ സാരി ശരിക്കും ഗംഗാദേവിയുടെ മാറിടത്തിൽ നിന്ന് സാരി ഊർന്നു പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ആളുകളും തല കുനിച്ചിരിക്കുന്നു. പക്ഷേ ഈ മഹാവിഷ്ണു മാത്രം ആ ആ അവരുടെ ഭംഗി ആസ്വദിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട ശരിക്കും ഇത് ശ്രദ്ധിച്ച ബ്രഹ്മദേവൻ പറയുന്നു, നീ ഈ സത്യലോകത്തിൽ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. നീ ഭൂമിയിൽ പോയി ജന്മം എടുക്കണമെന്ന് അദ്ദേഹത്തെ ശപിക്കുന്നു. ശരിക്കും പക്ഷേ നിനക്ക് ഗംഗാദേവിയോടുള്ള ആ ഡിസയർ കാരണം ഭൂമിയിലെത്തുമ്പോൾ ഗംഗാദേവി നിന്റെ ഭാര്യയായിട്ട് വരുമെന്നും പറയുന്നു. അങ്ങനെ അദ്ദേഹമാണ് ചന്ദ്രവംശത്തിലെ ശാന്തനു മഹാരാജാവായിട്ട് വരുന്നത്. അദ്ദേഹം ശരിക്ക് നായാട്ടിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഒരിക്കലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടിട്ട് അവളോട് വിവാഹം അഭ്യർത്ഥിക്കുന്നു. അതാണ് ശരിക്കും ഗംഗാദേവി. അവളെ ശരിക്കും എഗ്രി ചെയ്യുന്നു. പക്ഷെ ഒരു കണ്ടീഷനോട് കൂടിയാണ് എഗ്രി ചെയ്യുന്നത്. അത് ഗംഗാദേവി പറയുന്നു, ഗംഗാദേവി എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതായിരുന്നു കണ്ടീഷൻ. ശാന്തനു എഗ്രി ചെയ്യുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കുന്നു. അവർക്കുണ്ടായ 7 കുഞ്ഞുങ്ങളെയും ജനിച്ച ഉടനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോഴതിനെയൊന്നും ശാന്തനു മഹാരാജാവ് ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തില്ല. അവസാനത്തെ 8ാമത്തെ കുഞ്ഞിനെ പിറന്നപ്പോൾ ശാന്തനു ചോദിച്ചു, ഇതിനെയെങ്കിലും നമുക്ക് റീറ്റെയിൻ ചെയ്തൂടെ, ഇതിനെയെങ്കിലും നമുക്ക് കൊല്ലാതിരുന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗാദേവി സമ്മതിച്ചു. പക്ഷേ അവർ തമ്മിലുള്ള എഗ്രിമെന്റ് അതോടുകൂടി റദ്ദാവുകയും ചെയ്തു. ശരിക്കും ആ കുഞ്ഞ് വളരെ കൊച്ചുകുട്ടിയായതുകൊണ്ട് അതിൻ്റെ സംരക്ഷണ ചുമതല തൽക്കാലം ഗംഗാദേവി തന്നെ ഏറ്റെടുക്കാമെന്നുള്ള ആ കരാറിൽ കുട്ടിയും കുട്ടി സെലസ്റ്റിയൽ പ്ലാനറ്റിലോട്ട് ഗംഗ പോവുകയാണ്. ശരിക്കും അതാണ് ദേവവ്രതൻ, പിന്നീട് ഭീഷ്മർ എന്നറിയപ്പെട്ട മഹാത്മാവ്. ദേവവ്രതനെ എൻ്റെ അഭ്യസിപ്പിച്ചത്. ശരിക്കും നേരത്തെ എല്ലാം പഠിപ്പിച്ചത് ശുക്രാചാര്യനാണ്. ഡിപ്ലോമസിയും പൊളിറ്റിക്സും ഒക്കെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ബൃഹസ്പതി വേദങ്ങളെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം എല്ലാ തരത്തിലും ഒരു യോഗ്യനായ ഒരു വ്യക്തിയായിട്ട് വളർന്നു വന്നു. ശരിക്കും ഗംഗ വിട്ടുപോയതിൽ ശാന്തനു വളരെയധികം വിഷമസ്ഥനായിരുന്നു. ഒരിക്കൽ വനത്തിലൂടെ നടക്കുമ്പോൾ ആരോ ഗംഗയുടെ ഒഴുക്ക് നിലച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. അത് എന്താണെന്ന് അതിശയത്തോടുകൂടി ആരാഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടി അമ്പുകൾ ഉപയോഗിച്ച് ഗംഗയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. പെട്ടെന്ന് തന്നെ ഗംഗാദേവി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഇത് നിങ്ങളുടെ മകനാണ്, ഞാൻ തിരിച്ചേൽപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും അദ്ദേഹം ഗംഗാദേവി മകനെ ശാന്തനുവിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അവർ തങ്ങളിൽ ശരിക്കും ശാന്തനുവും ദേവവ്രതനും തമ്മിൽ വളരെ സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞത്. അച്ഛനും മോനും കൂടി വളരെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശാന്തനു മഹാരാജാവ് നായാട്ടിന് പോയപ്പോഴേ പുഴയിലൂടെ ഒരു വഞ്ചി തുഴഞ്ഞൊരു മത്സ്യകന്യക പോകുന്ന കണ്ടു. സത്യവതി എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചെന്ന് സത്യവതിയുടെ അച്ഛനെ സമീപിക്കുന്നു. അപ്പോഴച്ഛൻ ഒരു കണ്ടീഷൻ വെക്കുന്നു, സത്യവതിയിൽ ഉണ്ടാകുന്ന മകൻ വേണം രാജ്യഭാരം ഏറ്റെടുക്കാനെന്ന്. ഇത് കേട്ട ശാന്തനു മഹാരാജാവിന് ഭയങ്കര വിഷമമുണ്ടായി. അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലെത്തുന്നു. തൻ്റെ അച്ഛൻ ഇത്രയും വിഷമാവസ്ഥയിലാണെന്നറിഞ്ഞ ഭീഷ്മദേവൻ അച്ഛൻ്റെ തേരാളിയോട് ചോദിച്ച് എന്താണ് സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സത്യവതിയുടെ അച്ഛനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു, 2 കണ്ടീഷൻ വെച്ചു. ഒന്ന്, രാജ്യഭാരം സത്യവതിക്ക് ഉണ്ടാകുന്ന മകൻ തന്നെ വേണം. അതുപോലെ തന്നെ ഭീഷ്മർക്ക് മക്കളുണ്ടായാൽ അവരും ആ രാജ്യഭാരം ഏറ്റെടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ 2 ശപഥം അവിടെ വെച്ചാണ് ഭീഷ്മർ എടുക്കുന്നത്. ഒന്ന്, രാജ്യഭാരം ഒരിക്കലും ഏറ്റെടുക്കുകയില്ലെന്നും, ഇന്നൊന്ന് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ജീവിതം മൊത്തം കഴിഞ്ഞോളാമെന്നും ശപഥം എടുക്കുന്നു. ശരിക്ക് എന്നിട്ട് തിരിച്ചു വരുന്നു. തൻ്റെ മകൻ്റെ ഇത്രയും തനിക്ക് വേണ്ടി തൻ്റെ മകൻ ഇത്രയും ജീവിതത്തിൽ ഇത്രയും ത്യാഗങ്ങൾ ചെയ്തത് കണ്ട അച്ഛൻ വളരെയധികം സന്തോഷവാനായിട്ട് മകനെ ബ്ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കൊടുക്കുന്ന വരമാണ്, നീ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ മരിക്കുകയുള്ളൂ എന്നുള്ള വരം. ശാന്തനു സത്യവതിയെ കല്യാണം കഴിക്കുന്നു. ആ കഥ നീണ്ടു പോവുകയാണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ കഥ അവസാനിപ്പിക്കാം. നമുക്ക് നമ്മുടെ സ്പിരിച്വൽ
പാത്തിൽ ശരിക്കും വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്ന ഒരു ശ്ലോകം നോക്കാം. അത് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിലെ 8ാമത്തെ ശ്ലോകമാണ്. തന്നാമ രൂപചരിതാദി സങ്കീർത്തനാനു സ്മൃതയോ ക്രമേണ രസനാ മാനസീന യോജന തിഷ്ടം പ്രജേ തത്തനുരാഗി ജാനാനുഗാമി കാലം നയത് അഖിലം ഇതി ഉപദേശ സാര. അതായത് ഈ ശ്ലോകത്തിലെ നമ്മുടെ സ്പിരിച്വൽ സക്സസിന് വേണ്ടുന്ന 3 എലമെന്റ്സ് ശരിക്കും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ആദ്യത്തെ ദിശം പ്രജേ, നമുക്ക് വൃന്ദാവനത്തിലെ പോലെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത്, നമ്മുടെ അമ്പലത്തിലെ, നമ്മുടെ ഡിവോട്ടി കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ടെല്ലാം എപ്പോഴും കണക്ട് ചെയ്ത് ഇരിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ എപ്പോഴും കൾച്ചറലി കണ്ടീസീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വേണം നമ്മൾ ജീവിക്കാനെന്ന് നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അടുത്തത് തദ്നുരാഗി ജാനാനുഗാമി എന്ന് പറഞ്ഞാൽ ഇവിടെ അനുരാഗി ജന എന്ന് പറയുന്നത് ഡിവോട്ടീസ്, കൃഷ്ണനെ, ഭഗവാനെ ഫോളോ ചെയ്യുന്ന ഡിവോട്ടീസിനെ പറ്റിയാണ്. നമ്മൾ ശരിക്കും അവരെ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. നിർബന്ധമായും നമ്മൾ എക്സാൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടീസിനെ അവരുടെ ഡിവോഷണൽ സർവീസ് ഫോളോ ചെയ്ത് വേണം കഴിയാനെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നാമരൂപ ചരിതാദി സങ്കീർത്തനാമ എന്ന് പറയുന്നത് നമ്മൾ ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും ഒക്കെ കേൾക്കുക. നമ്മുടെ 24 മണിക്കൂറും നമുക്ക് ശരിക്കും ഭഗവാനെ പറ്റി ഓർക്കുക, ഭഗവാന്റെ നാമം ചാൻറ്റ് ചെയ്യുക. നാമം, രൂപം, ക്വാളിറ്റീസ്, പാസ്റ്റ് ടൈംസ് എല്ലാം നമുക്ക് നമ്മുടെ നാക്കുകൊണ്ടും നമ്മുടെ ശരിക്കും മനസ്സുകൊണ്ടും നമ്മുടെ നാക്കും മനസ്സും ഇതിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുക. ഇത് ശരിക്കും ഒരു ട്രെയിനിങ്ങിൻ്റെ ട്രെയിനിങ് പോലെ നമ്മളെപ്പോഴും ചെയ്യണം. ഭഗവാന്റെ മേഴ്സിയിൽ നമ്മൾ എപ്പോഴും കാരുണ്യമുള്ളവരും ആയിരിക്കണം. ഭഗവത് കാരുണ്യത്തിനായിട്ട് നമ്മൾ യാചിക്കണം. നമ്മൾ ഇപ്രകാരം ചെയ്താൽ മരണസമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെയും മറ്റെല്ലാ ചിന്തകളിൽ നിന്ന് പിൻവലിച്ച് ഒരു ഡിവിയേഷനും ഇല്ലാതെ ശരി ഭഗവാനിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഭഗവത്ഗീത 8:6 പറഞ്ഞിട്ടുണ്ടല്ലോ, എം വ്യാപി സ്മരൺ പാപം എന്നുള്ള ആ സമയത്തുള്ള പാപമാണ് നമ്മുടെ അടുത്ത ജന്മത്തിൻ്റെ ശരിക്കും എന്താണ് നമ്മുടെ അടുത്ത ജന്മമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ അങ്ങനെയുള്ള ഭക്തന്മാരെ, അതായത് ആദ്യമൊക്കെ പ്യുവർ ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ പോലും പിന്നീട് ശുദ്ധഭക്തിയിലേക്ക് ഉയർന്നവരെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ശ്ലോകങ്ങളുണ്ട്. അത് 7:1:30 7:1:31 ഉണ്ട്. ശരിക്കും നമുക്കറിയാം പല ആളുകളും പല വിധത്തിലാണ് ഭഗവാനെ സമീപിക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്നുള്ളത് നമുക്കറിയാം. പല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൽ 7:1:31 പർപ്പോട്ടിൽ നാരദമുനി യുധിഷ്ഠിരനോട് പറയുന്ന കാര്യമാണ്. ശരിക്കും അതിൻ്റെ പർപ്പോട്ടിൻ്റെ ഒന്ന് വായിക്കാം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലൊന്ന് പറയാം. ഗോപീസെ ലെസ്റ്റി ഡിസയറിന് വേണ്ടി ഭഗവാനെ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. കംസനാണെങ്കിലോ എപ്പോഴും ഭഗവാനെ ഓർക്കുന്നത് പേടി കൊണ്ടിട്ടാണ്. ശിശുപാലനാണെങ്കിൽ അതുപോലെ മറ്റു പല രാജാക്കന്മാരും ഭഗവാനെ ഓർക്കുന്നത് ശരിക്കും എൻവി കൊണ്ട്, അസൂയ കൊണ്ടിട്ടാണ് ഓർക്കുന്നത്. യദൂസ് ആണെങ്കിലോ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ കൊണ്ടാണ് ഭഗവാനെ സ്മരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരാണെങ്കിലോ ഭഗവാനോടുള്ള ഗ്രേറ്റ് അഫെക്ഷൻ, അതായത് ഭഗവാനോടുള്ള ഭയങ്കര അറ്റാച്ച്മെന്റ് കൊണ്ടാണ് നിങ്ങൾ ഭഗവാനെ ഓർക്കുന്നത്. എന്നിട്ട് ഇവിടെ നാരദൻ മഹർഷി പറയുകയാണ്, നമ്മൾ ജനറൽ ഡിവോട്ടീസ് നമ്മുടെ ഭക്തിയുത സേവനത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ മേഴ്സി ഭക്തിയുത സേവനത്താലാണ് നമുക്കിവിടെ ഭഗവാന്റെ മേഴ്സി കിട്ടുന്നതെന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്, നാരദമുനി പറഞ്ഞിരിക്കുന്നത്. ഓരോ മൂഡിലാണ് ഭഗവാനെ ഓരോരുത്തരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മരണത്തിന് വേണ്ടിയിട്ടുള്ള, നമുക്കറിയാം നമ്മൾ ഏത് നിമിഷവും മരിക്കുമെന്ന്, നമ്മൾ മരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ലൈഫ് ഈസ് പ്രിപ്പറേഷൻ ആൻഡ് ഡെത്ത് ഈസ് എക്സാമിനേഷൻ ആണ്. ശരിക്കും അതെത്ര ശരിയാണ്. നമ്മുടെ ജീവിതം നമ്മൾ അത്തരത്തിൽ ചിട്ടപ്പെടുത്തണം. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവത് സന്നദ്ധിയിൽ എത്തുമെന്നുള്ളതിനെ ഭഗവത്ഗീതയിലെ 8:8 ഭഗവാന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഭ്യാസ യോഗയുക്തേന ചേതസാന്യ ഗാമിന എന്നുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒട്ടും വ്യതിചലിക്കാതെ സ്ഥിരമായി ഭഗവാന്റെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നവർ
തീർച്ചയായിട്ടും ഭഗവത് സന്നിധിയിൽ എത്തുമെന്ന് തന്നെയാണ് ഭഗവാൻ നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. ശരിക്കും ഭഗവാൻ അവിടെ ശരിക്കും അസർട്ടൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന്. നമുക്കറിയാം ശരിക്കും ഒരു ബോട്ടിന് ഒരു നങ്കൂരം ഉണ്ടെങ്കിലേ വലിയ കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സിന് നല്ല സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്റ്റഡ് ആകാതെ ശരിക്കും ഭക്തിയിൽ ഉറപ്പിച്ച് നിർത്താൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ഭക്തിയിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ സാധനയിലൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ, സാധനയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അറ്റൻറ്റീവ് ചാൻറ്റിങ് ഓഫ് മഹാമന്ത്ര, അതായത് ശ്രദ്ധയോടെയുള്ള നമ്മുടെ മഹാമന്ത്രത്തിൻ്റെ ജപം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ മനസ്സിൻ്റെ സാധനയെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഫുൾ റീഡിങ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ മനസ്സിരുത്തി വായിക്കണം. ശരിക്കും എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിലൂടെ ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും എല്ലാ അനുഭവങ്ങളും നമ്മൾ വായിച്ചിട്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം കഴുകിക്കളയണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തതോ അസോസിയേഷൻ ഓഫ് സ്പിരിച്വലി ഗ്രൗണ്ടഡ് ഡിവോട്ടീസ്. സ്പിരിച്വലി ആത്മീയമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവോട്ടീസുമായിട്ടുള്ള അസോസിയേഷൻ എടുക്കുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഭക്തിയിൽ സ്ഥിരതയുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പല ഇതൊക്കെ വായിക്കുമ്പോഴും എല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്രയെങ്കിലും ചെയ്താൽ നമുക്ക് ആ ഒരു രീതിയിൽ ഭഗവാന്റെ സേവനം ചെയ്യാനും ഭഗവത് ഭക്തിയിലും ഒക്കെ ഒരു കൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥിരത ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇതിലൂടെ എല്ലാം മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും അതിനുവേണ്ടി ഭഗവാനോട് യാചിച്ചിട്ട് അങ്ങനെ ഒരു നമുക്കൊരു ഡിറ്റർമിനേഷൻ തരണേ എന്നുള്ള യാചന, അതാണ് നമ്മൾ ഭഗവാനോടുള്ള പ്രാർത്ഥനയായി എല്ലാ ദിവസവും ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ക്ലാസ് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. 4 ഡിഫറെന്റ് കോൺഷ്യസ് ലെവൽ പറഞ്ഞില്ലേ, അത് ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ സ്ലോലി? അതിന്റെ പേര് പറഞ്ഞാൽ മതിയോ മാതാജി? അല്ല, ആ പേര് എനിക്ക് കിട്ടി, അതിന്റെ ആ ഡിഫറൻസ് എന്താന്ന് മനസ്സിലായി. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ കോൺഷ്യസ് ലെവല് സട്ടിൽ ബോഡിയും കടന്ന് ഗ്രോസ് ബോഡിയും കടന്ന് പുറലോകത്തോട്ട് എത്തുന്നു. ഇപ്പോഴും നമ്മളെല്ലാം കാണുന്നു. നമ്മുടെ നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയത്ത് അവബോധമാണത്. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള എല്ലാ കാഴ്ചകളും കാണുന്നല്ലോ. അതിനാണ് ജഗാർത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്വപ്ന എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള ആ കോൺഷ്യസ് ആണ്. അത് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ സട്ടിൽ ബോഡിയിൽ എത്തുന്നു, പക്ഷെ ഗ്രോസ് ബോഡിയിലോട്ടും എത്തുന്നില്ല, പുറമേ എത്തുന്നില്ല. അത് ശരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ അതിനെ നമുക്ക് അൺകോൺഷ്യസ് എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും അത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺഷ്യസ് തന്നെയാണ്. നമുക്ക് അവബോധം ഉണ്ട്, ഉറങ്ങുന്ന സമയത്തും ഉണ്ട്, പക്ഷെ അത് നമ്മൾ പുറം ലോകമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പാണ്. നമ്മൾ ഒന്നും അറിയുന്നില്ല, നമ്മുടെ കോൺഷ്യസ് അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ സട്ടിൽ ബോഡിയിലോട്ടും കിടക്കുന്നില്ല, ഗ്രോസ് ബോഡിയിലോട്ടും കിടക്കുന്നില്ല. അതെ, ശരിക്കും നമ്മുടെ ഡീപ്പ് സ്ലീപ്പാണ്. നമ്മൾ ഒരു സ്വപ്നവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വളരെ സ്വച്ഛമായിട്ട് നമ്മൾ ഉറങ്ങുന്നതിനെയാണ്. നാലാമത്തെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ കോൺഷ്യസിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ആത്മീയതയിലോട്ട്, അതായത് സ്പിരിച്വൽ റിയാലിറ്റിയിലോട്ട് നയിക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ എന്താണ് ഭഗവത് തത്വം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആ സ്പിരിച്വൽ അത്രയും നമ്മൾ ആത്മീയമായിട്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചിരിക്കുന്ന ആ അവസ്ഥ, അതാണ് നാലാമത്തെ എന്ന് പറഞ്ഞാൽ 4th സ്റ്റേജ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അതിന് തുര്യ എന്നും പറയുന്നുണ്ട്. ഈ മണ്ഡൂക്യ ഉപനിഷത്തിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സമാധി എന്ന് പറയും. കാരണം നമ്മുടെ എല്ലാ സെൻസസിനെയും ബാഹ്യമായിട്ടുള്ള എല്ലാത്തിനെയും പിൻവലിച്ചിട്ട് നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാനിൽ നമ്മുടെ മനസ്സും ഹൃദയവും അർപ്പിച്ചിട്ടുള്ള ആ അവസ്ഥ, അതിനെയാണ്
ഇവിടെ 4ാമത്തെ 4th സ്റ്റേജ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. അക്സെപ്റ്റ് ഹരേ യു കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, പറഞ്ഞോ. ചൈത്യ ഗുരു എന്ന് പറയാം ആരാ മാതാജി? എന്തോ? ചൈത്യ ഗുരു. ചൈത്യ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സോളിനെയാണ് പറയുന്നത്. നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ പരമാത്മാവിനെയാണ് ചൈത്യ ഗുരു എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, പറയൂ മാതാജി. സുഷുപ്തി എന്ന് പറയുമ്പം അത് ഞാൻ കേട്ടല്ലോ, എന്താ പറഞ്ഞോ. അതിനെപ്പറ്റി? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ മാതാജി, പറഞ്ഞോളൂ. സുഷുപ്തി എന്ന് ഒരു ഇതിൽ പറഞ്ഞു മാതാജി പറഞ്ഞു കേട്ടോ, ശരിക്കും പറഞ്ഞു. വെച്ചിട്ടായില്ല. അത് വെച്ചിട്ടായില്ല, മനസ്സിലായില്ല ശരിക്കും. സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ എങ്ങനെയാണ്, അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും അറിയുന്നില്ല മാതാജി, നമ്മൾ സ്വപ്നം കാണുന്നില്ല, നമ്മുടെ പിന്നെ ആ കോൺഷ്യസ് നമ്മുടെ മനസ്സിൽ ആ സോളിൽ തന്നെ ഇരിക്കുകയാണ്. അത് പുറത്തോട്ടൊന്നും പോകുന്നില്ല, സട്ടിൽ ബോഡിയിലോട്ടോ എക്സ്റ്റേണൽ ഗ്രോസ് ബോഡിയിലോട്ടോ ഒന്നും പോകുന്നില്ല. അത് ശരിക്കും നമ്മൾ അത്ര ഡീപ്പാണ്, നമ്മുടെ കോൺഷ്യസ് നമ്മുടെ ആ കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് ഒട്ടും പ്രവർത്തിക്കുന്നില്ല, പുറത്തോട്ടും പോകുന്നില്ല, നമ്മളെ സട്ടിൽ ബോഡിയിലോട്ടോ എക്സ്റ്റേണൽ ഗ്രോസ് ബോഡിയിലോട്ടോ എക്സ്റ്റേണലിലോട്ടോ ഒന്നും പോകാതെ തന്നെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെ ഡീപ്പ് സ്ലീപ്പിൽ ഒന്നുമേ അറിയുന്നില്ല, നമ്മളെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയില്ല. അതാണ് ശരിക്കും സുഷുപ്തി എന്ന് പറഞ്ഞാൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നന്ദി മാതാജി, നല്ല ക്ലാസ്സിന് നന്ദി മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇത് വേറെ ഡൗട്ടാണ്. ഇന്നലെ ക്ലാസ് എടുത്ത പ്രഭുവിനോട് മറ്റേ ചാർട്ടുകള് ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് റീപോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു. ഒരുപാട് ചാർട്ടുകൾ ആള് ഇന്നലെ കാണിച്ചു, ഇന്നലത്തെ ഭാഗവതത്തില്. അത് PDF ഫോർമാറ്റ് ആയിട്ട് ആള് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പോസ്റ്റ് ചെയ്തില്ല. അതൊന്ന് പോസ്റ്റ് പ്രഭു ചെയ്ത് നമ്മുടെ മനസ്സിലായി. പ്രഭു നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? ഏത് ഗ്രൂപ്പിലാ പ്രഭു ഉള്ളത്? ആ ഗ്രൂപ്പിന്റെ പേരെന്ന് പറയാമോ? ഞാൻ അതിനകത്ത് ഇടാം. അതെയോ പ്രഭു ഏത് ഗ്രൂപ്പിലാ ഉള്ളത്? ഈ ഗ്രൂപ്പിലാണ് ഉള്ളത്, വേറെ ഗ്രൂപ്പ് എനിക്കില്ല. ഇത് കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, അതായത് ഇപ്പൊ ഉള്ള ലിങ്കിന്റെ താഴെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രഭു ഉണ്ട് അല്ലേ? അതെ 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 അതെ. ഓക്കെ ഓക്കെ, അതിനിടാനുള്ള സംവിധാനം ചെയ്യാം പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു ഫോർ ദ റിമൈൻഡർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ മാതാജി. മാതാജി. സാദര പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. മാജി ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. ആ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ മാതാജി, പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഗൗർലീല മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമല്ലോ മാതാജി. ഓക്കെ മാജി. ഓക്കെ, ചെയ്യാം മാജി, ചെയ്യാം. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി ജയ്. ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ്. താങ്ക് യു മാജി. കൃഷ്ണ.